ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ ഒരു വിനോദസഞ്ചാര സ്ഥലത്തെക്കുറിച്ചാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന് അടുത്തുള്ള മാവങ്കാലിന് അടുത്തുള്ള മഞ്ഞപ്പൊതിക്കുന്ന് വീരമാരുതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമെന്ന് പറയുന്നത് രാമൻ രാവണ യുദ്ധ സമയത്ത് ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കാനായി ഹനുമാൻ ഹിമാലയത്തിൽ നിന്നും മൃതസഞ്ജീവനിയും വഴി വരുമ്പോൾ ആ പർവ്വതത്തിൻ്റെ ഒരു ഭാഗം അടർന്നു വീണതാണെന്ന് മഞ്ഞപ്പൊതിക്കുന്ന് എന്നാ വിശ്വസിക്കപ്പെടുന്നത്. മഞ്ഞപ്പൊതിക്കുന്ന് എന്ന പേര് വരാനുള്ള കാരണം മൃതസഞ്ജീവനി പൊതിഞ്ഞ കുന്ന് എന്ന അർത്ഥത്തിൽ നിന്നാണ് മഞ്ഞപ്പൊതിക്കുന്ന് എന്ന പേരുണ്ടായതെന്ന് പ്രാദേശികമായി വിശ്വസിക്കുന്നു. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിന് തൊട്ടു പിന്നിലായിട്ടാണ് ഈ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈട വീരമാരുതി ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കുന്നിൽ മുകളിൽ നിന്നാൽ അറബിക്കടലിൻ്റെ മനോഹരമായ കാഴ്ചയും സൂര്യാസ്തമയവും കാണാൻ സാധിക്കും. അതിനാൽ ഇതൊരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഉച്ചസമയത്ത് പോലും ഈ കുന്നിൻ മുകളിൽ കടുത്ത വെയിൽ അനുഭവപ്പെടാറില്ല എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായ ഭക്തർ കരുതുന്നു. മഞ്ഞപ്പൊതിക്കുന്ന് സഞ്ചാരികൾക്കായി എപ്പോഴും തുറന്നിടുന്നുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ദർശന സമയങ്ങൾ രാവിലെയും വൈകുന്നേരവുമാണ്. സാധാരണയായി രാവിലെ 6 മുതൽ 10 വരെയും വൈകുന്നേരം 5 മുതൽ 7:30 മുതലും ആണ്. ഭക്തർക്ക് അനുയോജ്യമായ സമയമാണിത്. ഹനുമാൻ സ്വാമിക്ക് പ്രധാനമായി ശനിയാഴ്ചകളിൽ പ്രത്യേക പൂജകളും ദർശനത്തിനായി കൂടുതൽ തിരക്കും അനുഭവപ്പെടാറുണ്ട്. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും ഏകദേശം 6 to 7 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. കുന്നിൽ മുകളിൽ നിന്നുള്ള അറേബ്യൻ കടലിൻ്റെ കാഴ്ച, സൂര്യാസ്തമം കാണാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എപ്പോഴും എത്താറുണ്ട്. കുന്നു കയറാൻ ഏകദേശം 10 മിനിറ്റ് നടക്കേണ്ടതുണ്ട്. വീൽ ചെയർ സൗകര്യം ഇവിടെ ലഭ്യമല്ല. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഹനുമാൻ ജയന്തി. ധനുമാസത്തിലെ മൂലം നക്ഷത്രത്തിലാണ് ഈ ആഘോഷം നടക്കുന്നത്. ശ്രീരാമൻ്റെ ജന്മദിനമായ രാമനവമിക്കും ഇവിടെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. വൃശ്ചികം 1 മുതൽ 41 ദിവസത്തെ മണ്ഡലകാല പൂജകളും ഇവിടെ വിശേഷമായി നടക്കുന്നു. പിന്നെ ഇവിടെ വൈകുന്നേര സമയത്തിൽ ആകാശം ചുവപ്പും സ്വർണ്ണ നിറവും കലർന്ന വർണ്ണങ്ങളാൽ നിറയുന്നത് ഇവിടെ പ്രത്യേകതമാണ്. അസ്തമയ സൂര്യൻ്റെ വെളിച്ചം വീഴുമ്പോൾ കുന്നിലെ പുല്ലുകൾ സ്വർണ്ണ നിറം ലഭിക്കുന്നു. ഇത് സഞ്ചാരികൾക്ക് ആകർഷപ്പെടുന്ന ഒന്നാണ്. ഏത് സമയത്തും സന്ദർശിക്കാൻ പറ്റും ഇവിടെ. പക്ഷേ വൈകുന്നേരങ്ങളിലാണ് അസ്തമയം ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യം. കുന്നിൻ മുകളിലേക്ക് റോഡ് സൗകര്യമുണ്ട്. സ്വകാര്യ വാഹനങ്ങളോ ടാക്സിയോ ഉപയോഗിക്കുന്നത് ഉചിതം. ചെറിയ ഒരു നടത്തത്തിലൂടെ വ്യൂ പോയിന്റിലേക്കും എത്താം. നടന്നു വരുന്നവരുമുണ്ട്, അഥവാ ഇങ്ങനെ കാറിലോ അതിലൊക്കെ വരുന്നവരുമുണ്ട്. ആനന്ദാശ്രമത്തിൽ വന്നാൽ വേഗം ഇവിടെ എത്താൻ പറ്റും. എല്ലാവരും ഇവിടെ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത്ര വരെ ഓക്കെ, ബായ്.